മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുഷ്ടരായിട്ടുള്ള ഉണ്ണിക്കും കർണിക്കും അതുപോലെ പ്രതാപൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല പണി കിട്ടുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എന്തായാലും നമ്മളുടെ ദുർഗയും ഉണ്ണിയും ഈ കണ്ണനും മഹാലക്ഷ്മിയും ഇന്നത്തോടുകൂടി തീരും. പ്രതാപനാണെങ്കിൽ അതിനുവേണ്ട എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അയാൾ ആ ലോറിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉണ്ണി പറയുമ്പം ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, അതിന് അയാൾക്ക് ഇപ്പോൾ പേടിയല്ലേടാ, നിൻ്റെ അച്ഛൻ അയാളുടെ കൂടെയാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ പേടിച്ച് പരക്കാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല അമ്മേ, ഇപ്പം അയാളുടെ പേടിയൊക്കെ മാറി, വീണ്ടും അയാൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ആ മഹാലക്ഷ്മിയുടെ ഉള്ളിൽ വളരുന്നത് കണ്ണൻ്റെ കുഞ്ഞാന്നറിഞ്ഞിട്ട് അവർക്കൊന്നും അത് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല കർണയാണെങ്കിൽ അച്ഛനെ പോയി നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെയാണ് കർണ സംസാരിച്ചേക്കണേ. ഇങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ സാഹർ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാണുന്നുണ്ട്. വേഗം തന്നെ ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, വെറുതെ ഒരാവശ്യമില്ലാത്ത പ്രശ്നങ്ങളും വഴക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഉണ്ണീനോട് പറയുന്നുണ്ടെങ്കിലും ആ സമയം നമ്മളുടെ മഞ്ജു പാലൊക്കെയായിട്ട് സാഗറിൻ്റെ അടുത്തേക്ക് വരുമ്പം സാഗർ ഇതെന്താ മഞ്ജു എന്ന് ചോദിക്കണു. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, സാഗറേട്ടനെ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരണേ, അപ്പോൾ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ, നല്ലോണം ഉറക്കം കിട്ടട്ടെ എന്ന് പറയുമ്പം എന്തായാലും നീ ഒളിച്ചോടിയിട്ട് നിൻ്റെ ആദ്യരാത്രി ഒന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഇത് നിൻ്റെ ഫസ്റ്റ് നൈറ്റ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ ആ സമയത്ത് പരിഹസിക്കുന്നുണ്ട്. പിന്നീട് സാഗർ ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ണി പറയുന്നുണ്ട്, നീ ഇതുപോലെ ഒരു വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോടാ, നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വീട്ടിലല്ലേ നീ ഇപ്പോൾ എത്തിയേക്കണേന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ എനിക്ക് ഇതുപോലെ വീട്ടിൽ കിടന്ന് ഉറങ്ങണം എന്നുള്ള താല്പര്യമൊന്നുമില്ല, എന്തായാലും നിങ്ങളെ കൂടെ നിൽക്കുന്നവരെ ചതിച്ചും പറ്റിച്ചും മുതലുണ്ടാക്കണമെന്നൊന്നും ഞാൻ ചിന്തിക്കണില്ല. നേരെ ഉണ്ണി പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ അഭിനയമാടാന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്നിട്ടാണോ കണ്ണേട്ടൻ നല്ലൊരു ജോലി സാഗറേട്ടനെ ഓഫർ ചെയ്തതാ, സാഗറേട്ടൻ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് തോമസ് ഡോക്ടറുടെ ഡ്രൈവറായിട്ട് ഇപ്പോഴും പോണത്. അന്നേരം ഉണ്ണി അതിന് മറുപടി പറയുന്നുണ്ട്, അതൊക്കെ ഇവൻ്റെ അഭിനയ, നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അതുപോലെ അയാളെയും അവരെയും വിശ്വസിപ്പിച്ച് ഉള്ള സ്വത്തൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ അവകാശമായിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നീ അത് ഇവന് കൊടുക്കരുത്, നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോളണം, ഇല്ലെങ്കിൽ ഇവൻ ചതിച്ചിട്ട് പോകുന്നൊക്കെ പറയുമ്പം മഞ്ജു അതിന് തിരിച്ച് മറുപടി പറയാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ഈ സാഗർ പറയുന്നുണ്ട്, വേണ്ട മഞ്ജു, ഇവരോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഇവരൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഇവർ പറയുന്നതൊക്കെ നമ്മളങ്ങോട്ട് അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സംസാരത്തിൻ്റെ ആവശ്യം വരില്ല എന്ന്. അത് കേട്ടതും ഈ ദുർഗയ്ക്കും ഉണ്ണിക്കൊക്കെ ഒരു അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട്. പിന്നീട് മഞ്ജു ആണെങ്കിൽ ദേഷ്യത്തോടുകൂടി വാ സാഗരേട്ടാ നമുക്ക് അകത്തേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് സാഗറിനെ വിളിച്ച് മുറിയിലോട്ട് പോകുന്നുണ്ട്. മുറി ചെന്നതും മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട്, കണ്ണേട്ടനും എടുത്തിയും ഈ നേരമായിട്ടും തിരിച്ചു വന്നില്ലല്ലോ, എന്ത് പറ്റിക്കാണോ, ഇനിയിപ്പം ഇവരാരെങ്കിലും കൊല്ലാൻ അയച്ചിട്ട് ഇവിടെ ഇരിക്കണയാണോ, ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ആ കരണേടത്തി ഉണ്ടല്ലോ അവരുടെ അച്ഛൻ ഭയങ്കര ദുഷ്ടനാ, കണ്ണേട്ടനെയും എടുത്തിയും കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ടേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇപ്പം പല പ്രാവശ്യവും കണ്ണേട്ടനെയും എടുത്തിനെയും കൊല്ലാൻ നോക്കിയിട്ടൊക്കെ അവർ പരാജയപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, അതൊന്നുമില്ല സാഗരേട്ട, എത്ര തോറ്റാലും ഇവർക്ക് എങ്ങനെയെങ്കിലും ഏട്ടനെ എടുത്തി ഇല്ലാണ്ടാക്കിയിട്ട് ആ സ്വത്തുക്കൾ പങ്കിട്ടെടുക്കണമെന്ന് തന്നെയാണ്. എന്തായാലും ഞാൻ ഏട്ടനെ എടുത്തിയൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് അങ്ങനെ മഞ്ജു ഫോണെടുത്ത് മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ ഈ സമയം കണ്ണൻ്റെ ഒപ്പം വണ്ടിയിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഉണ്ണിയുടെയും കരുണയുടെയും നോട്ടം കണ്ടിട്ട് അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി അത് അംഗീകരിക്കുന്നുണ്ട്. ശരിയാ കണ്ണേട്ട, അവരുടെ ആ നോട്ടം അത്ര പന്തിയല്ല, ഇനിയിപ്പോൾ നമ്മളുടെ പുറകെ ആരെങ്കിലും കൊട്ടേഷൻ ടീമിനെ അയച്ചിട്ട് അവർ നിൽക്കണതാണൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പോണത് അപ്പം തന്നെ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, എന്തായാലും നമ്മളെ പിന്തുടർന്ന് ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിലവിൽ നമ്മളെ ആരും ഫോളോ ചെയ്യുന്നില്ല, എന്തായാലും ഈ വണ്ടി ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേറെ വണ്ടിയിൽ വീട്ടിലോട്ട് പോകാം, ഇനിയിപ്പോൾ റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ടാന്ന്. അങ്ങനെ കണ്ണൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും മഹാലക്ഷ്മി മഞ്ജു അല്ല വിളിക്കണേന്ന് പറയുമ്പോൾ താൻ ഫോൺ എടുത്ത് നോക്ക്, ഇനി മഞ്ജുവിന് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് മഹാലക്ഷ്മി വേഗം തന്നെ കോൾ എടുത്തിട്ട് എന്താ മഞ്ജു അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എടുത്ത് ഇവിടെ ഒരു പ്രശ്നമില്ല, അഥവാ ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം, ഇപ്പം ഞാൻ വിളിച്ചത് ഏട്ടനും ഏടത്തി ഓക്കെ ആണോന്ന് അറിയാനാ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം ഇല്ല മഞ്ജു ഒരു പ്രശ്നവുമില്ല, പിന്നെ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഉണ്ണിയും കരുണയും കൂടി ഞങ്ങൾ പോരുന്നതും നോക്കി ടെറസിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഇനി അവർ ഞങ്ങളെ കൊല്ലാനായിട്ട് ആരെങ്കിലും പിന്നാലെ അയച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ പറ്റില്ല എടുത്തി, ഉറപ്പായിട്ടും അവരങ്ങനെ ചെയ്യും, അതുമാത്രമല്ല ആ കരുണയെടുത്തിയുടെ അച്ഛനാണെങ്കിൽ ആരെ കൊല്ലാനും മടിയില്ലാത്തവനാണ്,
അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്താൻ നോക്കണം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ തന്നെ എത്തും മഞ്ജു, നീ ടെൻഷൻ ആവുമൊന്നും വേണ്ടാന്ന്. പിന്നീടാണെങ്കിൽ നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടി ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ പോയിട്ട് ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ, അവൾ മരിച്ചു എന്ന് കേട്ടാലേ ഇനി ഞാൻ കമലേശ്വരത്തേക്ക് പോകുള്ളൂ എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരി, ഇന്ന് മോൾക്ക് സന്തോഷമുള്ളൊരു വാർത്ത തന്നെ മോളുടെ അച്ഛൻ കേൾപ്പിക്കും, അതിനുവേണ്ടി ഉറപ്പിച്ച് തന്നെ അവനിവിടുന്ന് പോയേക്കണേ. പിന്നീട് കരുണയോട് പറയുന്നുണ്ട്, മോള് ഈ വക കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ നിൽക്കണ്ട. ആ മോഹിനി ഉണ്ടല്ലോ, അവൾ ഇതെന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അതുമാത്രമല്ല ഇപ്പം മോൾ അവളുടെ മുന്നിൽ ലക്ഷ്മിയോട് സ്നേഹമുള്ളതുപോലെയല്ലേ നിൽക്കണേ, അതങ്ങനെ തന്നെ പോട്ടെ. അവളത് വിശ്വസിച്ച് കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും അത് വിശ്വസിച്ചോളും. സമയത്ത് കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും ഇങ്ങനെ അവളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കണതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇന്നത്തോടുകൂടി അവളുടെ ശല്യം തീരുമല്ലോ എന്ന് കരുതി ഞാൻ രാവിലെ തന്നെ അവളുടെ അടുത്ത് പോയി ക്ഷമ പറഞ്ഞതും ഉണ്ണിയേട്ടന് ജോലി കൊടുക്കാനൊക്കെ പറഞ്ഞത്. അല്ലാതെ അവളെ ഈ ജന്മം സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതെനിക്കറിയാലോ മോളെ, എന്തായാലും മോളൊന്ന് സമാധാനപ്പെടുക. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു വാർത്ത മോളുടെ അച്ഛൻ വിളിച്ച് പറയുമായിരിക്കുമെന്ന്. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഒരു മാസ്കൊക്കെ മുഖത്ത് വെച്ചുകൊണ്ട് ലോറിയിലോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇന്ന് കണ്ണനും മഹാലക്ഷ്മിയും മാത്രമല്ല ആ കാർ ഓടിക്കുന്ന ആ ഡ്രൈവറെയും പരലോകത്തേക്ക് ഞാൻ പറഞ്ഞു വിടും. അതോടുകൂടി എൻ്റെ മോളുടെ സങ്കടം എല്ലാം മാറും. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടിട്ടില്ല. ഈ ഒരു വാർത്ത കേട്ടാലെങ്കിലും എൻ്റെ കുഞ്ഞിന് സന്തോഷമാവും. ഇനി കണ്ണനും മഹാലക്ഷ്മിയും ഈ ലോകത്ത് വേണ്ട, അവളും അവനും ആ വിശ്വനാഥൻ്റെ അടുത്തേക്ക് തന്നെ പോട്ടേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലോറി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മാർക്കോയാണെങ്കിൽ ആ ദിവ്യയായ ഒരു അമ്മയെ കാണാനായിട്ട് അമ്പലത്തിൽ ചെല്ലുന്നുണ്ട്. അമ്പലത്തിൽ ചെന്നതും അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഇന്ന് എന്താണെന്നറിയില്ല, പതിവില്ലാതെ മനസ്സിന് വല്ലാത്തൊരു ഭാരവും വിഷമം. അതെന്താ അമ്മ അങ്ങനെയെന്ന് ചോദിക്കുമ്പം, അതുണ്ടല്ലോ കണ്ണനെയും മഹാലക്ഷ്മിനെയും കൊല്ലാനായിട്ട് ആ പ്രതാപൻ ഇറങ്ങിയിട്ടുണ്ട്. അതും അയാൾ ആ ലോറിയുമായിട്ടാണ് ഇറങ്ങിയിരിക്കണേ. അതുകൊണ്ടാണ് മാർക്കോയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നണേ. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും ആപത്ത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പം ഒരിക്കലും സംഭവിക്കില്ല. ആപത്തുകളിൽ നിന്നെല്ലാം ഭഗവാൻ അവരെ കാത്തോളും. പക്ഷേ ആപത്തിൽ പെടാൻ പോകുന്നത് അവരെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ തന്നെയാണ്. എന്തായാലും ഇനിയും അവരെ വെറുതെ വിടുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അവരെ കൈകാര്യം ചെയ്യേണ്ട സമയമായോ അമ്മയെന്ന് ചോദിക്കുമ്പം, മോനായിട്ടൊന്നും ചെയ്യണ്ട, അവർക്കുള്ള തിരിച്ചടി ഭഗവാൻ തന്നെ കൊടുത്തോളും, സമാധാനമായിട്ടിരുന്നോ, കണ്ണൻ മോനും മഹാലക്ഷ്മി മോൾക്കും ഒരാപത്തും സംഭവിക്കില്ല. അവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് മാത്രമേ ആപത്ത് സംഭവിക്കുള്ളൂ. അതുകൊണ്ട് മോൻ അതോർത്ത് ടെൻഷൻ ആവണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോയെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് മാർക്കോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഉണ്ണിയും പ്രതാപനും ആ കരുണയൊക്കെ കൂടിയായിരിക്കും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും കൊല്ലാനുള്ള പ്ലാൻ ഇട്ടിരിക്കണേ. എന്തായാലും ഇനി ആ ഉണ്ണിയെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവന് കൊടുക്കേണ്ടത് അടുത്ത ദിവസം തന്നെ കൊടുക്കണം. എന്തായാലും ഇന്നിപ്പോൾ കണ്ണൻ സാറും മഹാലക്ഷ്മിയും ആപത്തൊന്നും കൂടാതെ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് അറിഞ്ഞാലേ സമാധാനം ആവുള്ളൂ എന്നും പറഞ്ഞ് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. ഇതേ സമയം കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ കാറും കൊണ്ട് വന്നിട്ട് ഈ ഡ്രൈവർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഡ്രൈവറെ കാർ ഏൽപ്പിച്ചിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ചേട്ടൻ സൂക്ഷിച്ച് പോകണം. എൻ്റെ വീട്ടിലെ എല്ലാവരും ഞങ്ങളുടെ മരണം കാത്തിരിക്കണവരാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ഞങ്ങൾ ഒരിക്കലും തിരിച്ച് തല്ലരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ വീട്ടിലുള്ളവർ. പ്രത്യേകിച്ച് എൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയും ഉണ്ണിയുടെ ഭാര്യയും അതുപോലെ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് സുമേഷേട്ടൻ നല്ലോണം സൂക്ഷിക്കണം, എവിടെ നിന്ന് വേണമെങ്കിലും ഒരപകടം വരാം. ഞങ്ങളെന്തായാലും തൽക്കാലം അനന്തുവിൻ്റെ കാറിൽ പോയിക്കോളാം, ഈ കാറിൽ ഇനി പോയാൽ അത് അപകടമായിരിക്കും എന്ന് പറയുമ്പം സുമേഷ് പറയുന്നുണ്ട്, അത് കണ്ണൻ സാറ് പറഞ്ഞത് നേരാ. ഈ കാറ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് തന്നെ അവരെന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് മിക്കവാറും ഈ കാറിനെ ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാറും മഹാലക്ഷ്മിയും ഈ കാറിൽ പോകണ്ടെന്നും പറഞ്ഞ് സുമേഷാണെങ്കിൽ ആ കാറും കൊണ്ട് പോകുന്നുണ്ട്. ആ നേരത്ത് നമ്മളുടെ അനന്തു ആണെങ്കിൽ കാറും കൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിനെയും വിളിക്കാനായിട്ട് വരുന്നുണ്ട്. കാറിലോട്ട് കണ്ണനും മഹാലക്ഷ്മിയും കയറിയതും അനന്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇത്രയും നേരം എവിടെയായിരുന്നു? ലേഖയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. ലേഖയ്ക്ക് ഒരു സമാധാനം ഉണ്ടായില്ല. ലേഖയുടെ വെപ്രാളം കണ്ടിട്ട് ഞാൻ ലേഖയെ കുറച്ച് വഴക്കുറയും ചെയ്തു എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലാവൂട അനന്തു, അവൾ എന്നെയും വിളിച്ചിരുന്നു മഹാലക്ഷ്മിയെ നോക്കിക്കൊള്ളണോട്ടോ എന്നും പറഞ്ഞ് അവൾക്ക് ആകെ ടെൻഷനാണെന്ന് പറയുന്നു. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും, അതുപോലെയുള്ള കാര്യങ്ങളല്ലേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, മഹിയെ അങ്ങോട്ട് വിടാൻ ലേഖയ്ക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവിടെ മഞ്ജുവും സാഗറും ഉള്ളത് കൊണ്ട് മാത്രം
മഹിയെ അങ്ങോട്ട് വിടാൻ ലേഖ സമ്മതിച്ചെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാടാ, എന്തായാലും മഞ്ജു പോയി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇയാളെ ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയേക്കാം. ലേഖ നോക്കുന്നത് പോലെ മറ്റാർക്കും നോക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ മഹിക്കും കുഞ്ഞിനും അത് ആപത്താ. എൻ്റെ രണ്ടാനമ്മയും ആ ഉണ്ണിയും കരുണയും എന്ത് ചെയ്യാനും മടിക്കാത്തവരാണ്. ഇതേസമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഈ കണ്ണൻ്റെ കാറും തിരക്കി ലോറിയായിട്ട് പോകാണ്. ആ സമയത്താണ് കണ്ണൻ്റെ കാറ് പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലൂടെ പോകുന്നത് ഈ പ്രതാപൻ കാണുന്നത്. അന്നേരം തന്നെ പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇന്നത്തോടുകൂടി കണ്ണനും മഹാലക്ഷ്മിയും ആവിയായി പോവും, അതോടൊപ്പം ആ ഡ്രൈവറും തീരും, എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ഇപ്പം തന്നെ അവൻ്റെ കഥ കഴിച്ചേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ലോറിയാണെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് കാറിനെ ഇടിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ സുമേഷാണെങ്കിൽ കാണുന്നുണ്ട് ലോറി കാറിനെ ഇടിക്കാനായിട്ട് വരുന്നത്. അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.